UDF-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസത്തോടെയുള്ള തിരഞ്ഞെടുപ്പാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളെയും പോലെ ഇത്തവണയും ഇടത് സർക്കാരിന് ഉയർത്തിക്കാട്ടാനുള്ളത് വികസനം തന്നെയാണ്. 2016 ശേഷമുള്ള കേരളം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പാകത്തിലാണ്. കാരണം അന്നും ഇന്നും എന്നും ഇടത് സർക്കാരിന്റെ മുഖ്യ അജണ്ട വികസന രാഷ്ട്രീയം തന്നെയാണ്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറയുന്നത് വികസന രാഷ്ട്രീയം മാത്രമാണ്. LDF വികസനം മുൻനിർത്തിയുള്ള ധീരമായ ചർച്ചയാണ് മുന്നോട്ട് വെക്കുന്നത്. 2016 മുമ്പ് ഇത്രയും വലിയ വികസനം എന്നത് നിലമ്പൂരുകാരുടെ സ്വപ്നമായിരുന്നു. 9 വർഷങ്ങൾ കൊണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഇടത് സർക്കാർ സകല മേഖലകളിലും വികസനത്തിന്റെ സ്വാദെത്തിച്ചു. അതുതന്നെയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. കേരളത്തിലെ സ്കൂളുകൾക്ക് കിഫ്ബി വഴി വന്ന മാറ്റങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 2016 മുമ്പ് നമ്മൾ കണ്ടിരുന്ന സർക്കാർ സ്കൂളിന്റെ കെട്ടിടം പോലെയല്ല ഇപ്പോഴുള്ള സ്കൂളുകളുടേത്. സ്കൂളുകൾ, റോഡുകൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, അതിഥി മന്ദിരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുഗതാഗതം, പാലങ്ങൾ, അങ്ങനെ സർവ്വതിലും കിഫ്ബിയുടെ സഹായത്തോടെ ഉൾപ്പെടെ വികസനം എത്തിച്ചത് സർക്കാരിന്റെ ഇച്ഛാശക്തി മാത്രമാണ്. എന്നാൽ UDF-ന്റെ പാളയത്തിലേക്ക് വന്നാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും എടുത്തു പറയാനുള്ള വികസനമില്ല എന്നതാണ്. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസം മതവാദ രാഷ്ട്രീയത്തിലേക്കും വർഗീയ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസിന്റെ ചർച്ച തെന്നിമാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. LDF വികസനം പറയുമ്പോൾ UDF-ന് 34 വർഷത്തെ ആര്യാടൻ മുഹമ്മദിന്റെ MLA കാലത്തെ ചർച്ച വന്നാൽ പോലും നിലവിൽ UDF-ന് വലിയ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ മുന്നിലൊക്കെ ആ ചിത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് വസ്തുത. 9 വർഷമായി തുടരുന്ന LDF സർക്കാർ നിലമ്പൂരിൽ ഉൾപ്പെടെ വരുത്തിയ മാറ്റങ്ങളും വികസനങ്ങളും എടുത്തു പറഞ്ഞാൽ UDF-ന്റെ മിണ്ടാട്ടം മുട്ടിപ്പോകും. കാരണം വികസനത്തിന്റെ കാര്യത്തിൽ ഇടതു സർക്കാരിന്റെ തട്ട് താണു തന്നെയിരിക്കും. കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണത്തിൽ 1800 കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിന് അനുവദിച്ചത്. 15.25 കോടി രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ, 41.31 കോടി രൂപ ചെലവിൽ 23 സർക്കാർ വിദ്യാലയങ്ങൾ മികവിലേക്ക്, വനാന്തരങ്ങളിലെ പ്രധാന ഗോത്ര നഗറുകളിൽ 4.92 കോടി രൂപ ചെലവിൽ വൈദ്യുതി, നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ മിനി സ്റ്റേഡിയം, നിലമ്പൂർ ITI ഹോസ്റ്റലുകൾ, ജില്ലാ ആശുപത്രി, നേത്രരോഗ ഡയാലിസിസ് വിഭാഗം എന്നിവിടങ്ങളിൽ സൗകര്യം, ബ്ലഡ് ബാങ്ക് കെട്ടിടം, 290 കോടി രൂപ ചെലവിൽ 23 റോഡുകൾ, അങ്ങനെ നീണ്ടു പോകും പിണറായി സർക്കാരിന്റെ വികസന യാഥാർത്ഥ്യങ്ങൾ. എന്നാൽ UDF-ന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ വികസനത്തിന്റെ കടുകുമണി പോലും കാണില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ കുറ്റം പറഞ്ഞ് പാണക്കാട് കുടുംബത്തിന്റെ പുറകെ പോകുന്നതും മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് തേടുന്നതുമായ കാഴ്ചകൾ കൂടി കേരളം ഇനി കാണേണ്ടി വരുമെന്നത് തീർച്ച.